എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ യോനുവിനെ കാണിച്ചുകൊണ്ടാണ്. അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അവളാണെങ്കിൽ ഇപ്പം നമ്മുടെ യോനു വാങ്ങിച്ചു കൊടുത്ത ഷൂ ഇല്ലേ അതിട്ടുകൊണ്ട് ഇങ്ങനെ നടന്നുകൊണ്ട് വരുന്നേ. ഇത് കാണുന്നേയും അവൻ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ അവൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയി വന്നിട്ട് പറയും, എന്നാലും നിങ്ങളുടെ വൈഫിനെ നോക്കി നിങ്ങൾ എന്താ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. അപ്പം നമ്മുടെ യോനു പറയും, അത് അവളെന്ത് സുന്ദരിയാണ്, അതുകൊണ്ടാണ് ഞാൻ അവളെ ഇങ്ങനെ നോക്കി ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ യോൻസങ്ങ് കയറി വരും. ഇവനെ കാണുന്നത് നമ്മുടെ യോനുവിൻ്റെ മൂടങ്ങ് പോകും കേട്ടോ. ഇവനാണെങ്കിൽ നമ്മുടെ ഈ ഹാങ്ങിൻ്റെ അടുത്ത് ഭയങ്കര ചിരിച്ചും കളിച്ചൊക്കെ സംസാരിക്കുന്നത്. പെട്ടെന്ന് തന്നെ അവിടെ നിൽക്കുന്ന ആ സ്റ്റാഫ് ഉണ്ടല്ലോ നമ്മുടെ യോനുവിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല ഇവർ രണ്ടുപേരും ഏത് സമയം മീറ്റ് ചെയ്യേക്കുവാണല്ലോ, എപ്പോഴും ഡിന്നർ അത് ഇതെന്നും പറഞ്ഞിട്ട് പുറത്തു പോകുവാണ്. ഉടനെ തന്നെ നമ്മുടെ യോനു പറയും, അതിനിപ്പോൾ എന്താ, രണ്ടുപേരും മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യുന്നത്, അപ്പോൾ പിന്നെ ഈ ഡിന്നർ കഴിക്കാന്നൊക്കെ പറയുന്നത് അത് സ്വാഭാവികമാണ്. ഇവരാണെങ്കിൽ അവരുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്ന് വെച്ചിട്ടാണ് അങ്ങനെയുള്ള ഓരോന്നൊക്കെ ചെയ്യുന്നത് എന്ന് പറയും. ഇത് കേൾക്കുന്ന ആ സ്റ്റാഫ് പറയും, എന്തൊക്കെ പറഞ്ഞാലും എനിക്കതങ്ങോട്ട് അത്ര പിടിക്കുന്നില്ല എന്നാവ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യൂനുവിൻ്റെ മുഖം അങ്ങ് മാറും. പെട്ടെന്ന് തന്നെ എന്തുവാ ഈ യൂൻസങ്ങാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ മുടിയിലായിട്ട് കയറി പിടിക്കും. ഇത് കാണുന്ന ആ സ്റ്റാഫ് ചോദിക്കും, കണ്ടില്ലേ നിങ്ങളുടെ വൈഫിൻ്റെ മുടിയിലായിട്ട് അയാൾ കയറി പിടിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, നീ വിഷമിക്കൊന്നും വേണ്ട, ഹാങ്ങിനാണെങ്കിൽ അവളുടെ മുടിയിൽ പിടിക്കുന്നത് ഇഷ്ടമേ അല്ല, അവളിപ്പോൾ അവൻ്റെ അടുത്ത് ദേഷിക്കുമായിരിക്കും. അങ്ങനെ അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ഹാങ്ങാണെങ്കിൽ ആ യൂൻസങ്ങിൻ്റെ അടുത്ത് വലുതായിട്ട് ദേഷിക്കത്തൊന്നുമില്ല. അവളാണെങ്കിൽ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കും. ഇത് കാണുന്നേ നമ്മുടെ യൂനു ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവും കേട്ടോ. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പിന്നീട് നമുക്ക് കാണിക്കുന്ന പ്രസൻറ്റ് ടൈമാണ്. അതായത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമല്ലായിരുന്നോ. ഉടനെ തന്നെ അവൻ്റെ ഫ്രണ്ട് ചോദിക്കും, കണ്ടോ ഞാൻ പറഞ്ഞില്ലേ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാ എന്ന്, അവളെ കാരണം നീ ഭയങ്കര ഡിസ്റ്റർബ് ആവാൻ തുടങ്ങി. ഉടനെ തന്നെ നമ്മുടെ യൂനു പറയും, അങ്ങനെയൊന്നുമില്ല, എനിക്ക് യാതൊരു കുഴപ്പമില്ല, ഞാൻ ഓക്കെ ആണ് എന്ന്. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ഉണ്ടല്ലോ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും അവൻ്റെ മുഖത്താണെങ്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് അവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ മുടിയിൽ യൂൻസങ്ങ് കയറി പിടിച്ചില്ലേ, അതത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, അവന് നല്ല ജലസ് ഫീൽ ചെയ്യുന്നുണ്ട് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂൻസങ്ങും കൂടി ചേർന്നിട്ട് ആ ഹാർമൻ എന്ന് പറയുന്ന ബിസിനസ്സുകാരനില്ലേ അയാളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. അങ്ങനെ രണ്ടുപേരും കാറിലിരിക്കാൻ വരുന്നത് നമ്മുടെ ഈ യൂൻസങ് ഉണ്ടല്ലോ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല നീ എന്ത് ചെരുപ്പായി ഇട്ടേക്കുന്നത്, നിന്റെ ഈ കോസ്റ്റ്ലി ആയിട്ടുള്ള ഡ്രസ്സുമായിട്ട് ഇതൊട്ടും മാച്ച് ആവുന്നില്ല, നീ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള ചെരുപ്പ് ഇട്ടിട്ട് വരുമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, അതിനിപ്പോൾ എന്താ, ഇതാണെങ്കിൽ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, പോരാത്തതിന് ഭയങ്കര കംഫർട്ടബിളും ആണ്, ഇതാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് വാങ്ങിച്ചുകൊണ്ട് തന്നതാ, അവനാണെങ്കിൽ നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എവിടെയെങ്കിലും തട്ടിത്തടഞ്ഞ് വീഴുവോ എന്ന് ആലോചിച്ചിട്ട്, അതുകൊണ്ടാണ് അവൻ എനിക്കിത് വാങ്ങിച്ചിട്ട് വന്നത്, എനിക്കിത് ഭയങ്കര ഇഷ്ടമായി, അവൻ എന്ത് പാവോ എന്നൊക്കെ നമ്മുടെ ഹാങ് ഇരുന്ന് സംസാരിക്കും. ഇതൊക്കെ കേൾക്കുന്നേ നമ്മുടെ ആ യൂൻസങ്ങിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അവനാണെങ്കിൽ ഒരുമാതിരി മുഖം വെച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ആ ഹെർമനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഈ യൂൻസങ് ആണെങ്കിൽ ഹാങ്ങിന് ഓൾറെഡി പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ഹെർമൻ ഏത് ടൈപ്പിലുള്ള പ്രോജക്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നേ എന്ന്. അവൾ അങ്ങനെയുള്ള പ്രോജക്റ്റൊക്കെ വരച്ചിട്ടാണ് വന്നേക്കുന്നത്. കൂട്ടത്തിൽ തന്നെ ഇവക്കാണെങ്കിൽ നമ്മുടെ യൂൻസങ് ഉണ്ടല്ലോ ഹെർമൻ്റെ കുറച്ച് സീക്രട്ടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഈ ഹെർമനെ അവളുടെ വശത്താക്കി എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവൾ ആ ഡീലിനെ പറ്റിയൊക്കെ സംസാരിക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവരാണെങ്കിൽ സംസാരിച്ചൊക്കെ കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറി വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നതാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ ഹാങ് ഉണ്ടല്ലോ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, എത്രയൊക്കെ പറഞ്ഞാലും നീ ഇപ്പോൾ ഒരുപാട് മാറിപ്പോയി, നിന്നെ ഞാൻ പണ്ട് കോളേജിൽ വെച്ച് കണ്ടപ്പോൾ ഉണ്ടായിരുന്ന ആ ഒരു യൂൻസങ്ങേ അല്ല ഇപ്പോൾ. ഇത് കേൾക്കുന്ന യൂൻസങ് പറയും, നിന്റെ വായിന്ന് ഇങ്ങനൊരു കാര്യം കേൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ഇത്രയ്ക്കും ചേഞ്ച് ആയത് എന്ന്. സത്യം പറഞ്ഞാൽ നമ്മുടെ ഹാങ്ങിനാണെങ്കിൽ യൂൻസങ്ങിൻ്റെ കൂടെ ഭയങ്കര കടപ്പാടുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ അവനെ കാണുമല്ലേ അവളുടെ വലിയൊരു ഡ്രീം തന്നെ നടക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യൂനുവിനെയും അതേപോലെ തന്നെ അവൻ്റെ ഫ്രണ്ടിനെയാണ്. രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു സ്ട്രീറ്റ് മാർക്കറ്റിലായിട്ട് വന്നിട്ടേ നമ്മളുടെ യൂനു ആണെങ്കിൽ ഒരു കേക്ക് പോലത്തെ സംഭവം വാങ്ങിക്കും. ഇത് കാണുന്ന അവൻ്റെ ഫ്രണ്ടാണെങ്കിൽ ഇവനെ കളിയാക്കാൻ തുടങ്ങും, എടാ കള്ള, എനിക്ക് നന്നായിട്ടറിയാം ഇത് നീ വാങ്ങിക്കുന്നത് നിൻ്റെ വൈഫിന് വേണ്ടിയിട്ടല്ലേ, നിൻ്റെ അടുത്ത് ഞാൻ നിൻ്റെ വൈഫിന് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നീ അല്ല എന്ന് പറയും. സത്യം പറഞ്ഞാൽ നിനക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, നീ ഇപ്പോഴും അവളെ പ്രേമിച്ചുകൊണ്ടിരിക്കുക എന്നും പറഞ്ഞിട്ട് ഇവൻ്റെ ഫ്രണ്ട് ഇവനായിട്ട് കളിയാക്കും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ യൂനു ആണെങ്കിൽ ഇതൊന്നും അങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആവത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് പെട്ടെന്ന് തന്നെ നമ്മുടെ യൂനുവിനുണ്ടല്ലോ ഹാങ്ങിൻ്റെ അടുത്ത് നിന്നൊരു മെസ്സേജ് വരും. അവനാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും. പെട്ടെന്ന് തന്നെ ഇവൻ്റെ ഫ്രണ്ടാണെങ്കിൽ വന്നിട്ട് എത്തി നോക്കാൻ തുടങ്ങും.
അവൻ പറയും എന്നാലും നിനക്ക് എന്ത് മെസ്സേജാണ് വന്നേന്ന്. നോക്കുമ്പോൾ എന്താ നമ്മുടെ ഹാങ് എഴുതിയിരിക്കുന്ന യോനുവോ നീ ഇപ്പോൾ എവിടെയാ? ഞാനാണെങ്കിൽ വീട്ടിലുണ്ട്, നീ വേഗം തന്നെ വീട്ടിലോട്ട് വരണം, എനിക്ക് അർജൻറ്റായിട്ടൊരു കാര്യം നിന്നോട് പറയാനുണ്ട് എന്ന്. ഇത് കേൾക്കുന്നേയും നമ്മുടെ യോനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അവനെ നല്ലതുപോലെ എൻകറേജ് ചെയ്യും. എന്നിട്ട് പറയും എടാ നീ അവസാനം നിന്റെ ഡ്രീം സാധിച്ചെടുത്തു. അവളാണെങ്കിൽ മിക്കവാറും വിൽപത്രമായിരിക്കും ചേഞ്ച് ആക്കിയേക്കുന്നത്, അത് കാണിക്കാനായിരിക്കും നിന്നെ വിളിക്കുന്നത്, വേഗം തന്നെ നീ നിന്റെ വീട്ടിലോട്ട് ചെല്ല്. ഉടനെ തന്നെ നമ്മുടെ യോനു പറയും അങ്ങനെയൊന്നും ആയിരിക്കത്തില്ലടാ എന്ന്. എന്നാൽ നമ്മുടെ യോനുവിൻ്റെ ഫ്രണ്ടാണെങ്കിൽ അത് സമ്മതിച്ചു കൊടുക്കാൻ റെഡി ആവത്തില്ല. അവൻ പറയും ഒരിക്കലുമല്ല, അത് തന്നെയായിരിക്കും കാര്യം, നീ വേഗം തന്നെ വീട്ടിലോട്ട് ചെല്ല് എന്നും പറഞ്ഞ് നമ്മുടെ യോനുവിനെ പറഞ്ഞുവിടും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന യോനു ആണെങ്കിൽ അവിടെ വീട്ടിലായിട്ട് വന്നിട്ട് നമ്മുടെ ഹാങ്ങിനുണ്ടല്ലോ അവൻ വാങ്ങിച്ച് ആ കേക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. അവളാണെങ്കിൽ കേക്ക് കാണുന്നതും ഭയങ്കര സന്തോഷമാവും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ കയ്യിലായിട്ട് ഒരു പാക്കറ്റ് സംഭവം എടുത്തു കൊടുക്കും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പേപ്പേഴ്സ് പോലത്തെയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കാവും. അവനാണെങ്കിൽ ഉറപ്പാവും അതായത് നമ്മുടെ ഹാങ് ആണെങ്കിൽ ഇപ്പോൾ ഇവന് വേണ്ടിയിട്ടുള്ള വിൽപത്രം തന്നെയായിരിക്കും എഴുതി കൊടുത്തത് എന്ന്. അവനാണെങ്കിൽ ചോദിക്കും എങ്കിലും എന്താണ് ഇത്രയ്ക്കും വലിയ അർജൻറ്റ് കാര്യം എന്ന്. അപ്പം നമ്മുടെ ഹാങ് പറയും എന്തായിരുന്നാലും നീ ഒന്ന് വായിച്ചു നോക്ക്, അപ്പം നിനക്ക് മനസ്സിലാവുമല്ലോ. അങ്ങനെ നമ്മുടെ യോനു ആണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കും. അത് വായിക്കുന്നതും നമ്മുടെ യോനുവിൻ്റെ മുഖം ഭയങ്കര ഡള്ളാവും. എന്തുവാ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാങ് ഉണ്ടല്ലോ അവളുടെ ഹോസ്പിറ്റലിലെ ഒരു റിപ്പോർട്ടാണ് അയച്ചു കൊടുത്തത്. അതായത് ഇവള് 3 മാസമല്ലേ ജീവിക്കത്തോളെന്ന് പറഞ്ഞേക്കുന്നത്. എന്നാൽ അമേരിക്കയിലുള്ള ഏതോ ഒരു ഡോക്ടേഴ്സ് ഇവക്ക് റിപ്പോർട്ട് അയച്ചു കൊടുത്തു. ഇവക്കാണെങ്കിൽ ജീവിക്കാനുള്ള ചാൻസ് 50% ഉണ്ട്, അതിനുള്ള ക്യൂർ ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന്. ഇത് വായിക്കുന്നത് നമ്മളുടെ യോനു ആണെങ്കിൽ ഇങ്ങനെ ഷോക്കായിട്ട് നിൽക്കും. പെട്ടെന്ന് തന്നെ നമ്മുടെ ഹാങ് പറയും എനിക്ക് നന്നായിട്ടറിയാം നിനക്കാണെങ്കിൽ നല്ല സന്തോഷമുണ്ട് ഞാൻ ജീവിക്കുന്നതിൽ എന്ന്, അതുകൊണ്ടാണല്ലോ നീ ഇപ്പോൾ ഭയങ്കര ഷോക്കായിട്ടിരിക്കുന്നത്. ഞാനും പറഞ്ഞില്ലായിരുന്നു എൻ്റെ ലൈഫിൽ മിറാക്കിൾസ് നടക്കുമെന്ന്. എനിക്കും ഇനി 3 മാസത്തേക്ക് മാത്രമല്ല വീണ്ടും ജീവിക്കാനുള്ള അവസരം കിട്ടിയേക്കാണ്, നീയും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ ഹാങ് ആണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് സംസാരിക്കും. ഇവളുടെ ഈ സന്തോഷം കാണുന്നേ നമ്മളുടെ യോനുവിന് എന്ത് വേണമെന്ന് കൂടി മനസ്സിലാവത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഇവനാണെങ്കിൽ വേഗം തന്നെ ഈ വീടിന് പുറത്തോട്ട് പോയിട്ടേ അവിടുത്തെ ഒരു ഗ്രൗണ്ടിലായിട്ട് കിടന്ന് നിലവിളിച്ചുകൊണ്ട് ഓടുന്നതാണ്. ഇവനാണെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ യോനു ആണെങ്കിൽ അവൻ്റെ വീട്ടിലായിട്ട് വന്നിട്ട് അവനാണെങ്കിൽ നമ്മുടെ ഈ ഹാങ്ങിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കും. അതായത് ഇവള് 3 മാസത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നല്ലായിരുന്നു അവൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ 50% കൂടുതൽ അവളുടെ രോഗം നേരെയാവാനുള്ള ചാൻസ് ഉണ്ട് എന്നറിഞ്ഞപ്പോൾ അവൻ ഓരോരോ കാര്യങ്ങൾ ആലോചിക്കും. അവൻ വിചാരിക്കും അപ്പോൾ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് ഈ വീട്ടിൽ നിന്ന് ശാപമോഷം കിട്ടത്തില്ലേ, ഈ വീട്ടുകാരെ ഞാൻ ഇനിയും സഹിച്ചുകൊണ്ടിരിക്കണം. ഇവരാണെങ്കിൽ എല്ലാ മാസവും ഓരോ കുഞ്ഞു കുഞ്ഞു കുറ്റം കണ്ടുപിടിച്ചിട്ട് വെറുതെ വഴക്ക് പറയും. പോരാത്തതിന് ഇവരെന്ത് തെറ്റ് ചെയ്താലും അത് മൊത്തം വാദിച്ചു തീർക്കേണ്ടത് ഞാനായിരിക്കും. ഇവള് എന്നെ നല്ല ടോർച്ചറിങ് ആണ്. എനിക്കാണെങ്കിൽ മനസ്സമാധാനമായിട്ട് കരയാനുള്ള ഒരു സാഹചര്യം പോലും ഇല്ല. കരയാൻ വേണ്ടിയിട്ട് ഞാൻ കാർ വാഷ് ചെയ്യുമ്പോഴാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഒരു വർഷത്തിൽ 15 തവണ ഞാൻ ഇവർക്ക് വേണ്ടിയിട്ട് ഫുഡ് ഉണ്ടാക്കി കൊടുക്കണം. ഞാൻ ഇവിടെ കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ യോനു ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ റിവൈൻഡ് ചെയ്ത് നോക്കും. അവനപ്പോൾ അവസാനം ഒരു തീരുമാനം എടുക്കും, എന്തൊക്കെ സംഭവിച്ചാലും എനിക്ക് ഈ വീട്ടിൽ നിൽക്കണ്ട, എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന്. പെട്ടെന്ന് തന്നെ നമ്മുടെ യോനു ആണെങ്കിൽ ഒരു തീരുമാനം എടുക്കും. അതായത് നമ്മളെ ഹാങ് ആണെങ്കിൽ 3 മാസത്തിന് ശേഷം അവളുടെ രോഗമെല്ലാം മാറുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവൻ 3 മാസത്തിന് ശേഷം ഡൈവോഴ്സിനെ പറ്റി സംസാരിക്കുമെന്ന്. അവനങ്ങനെ അതിനെപ്പറ്റി ഡ്രീം ചെയ്യും. അതായത് ഇവനാണെങ്കിൽ നമ്മുടെ ഹാങ്ങിൻ്റെ അടുത്ത് വന്നിട്ട് പറയുന്നു എനിക്കാണെങ്കിൽ എന്തായിരുന്നാലും ഡിവോഴ്സ് കിട്ടിയേ പറ്റത്തുള്ളൂ, നിൻ്റെ ആരോഗ്യമൊക്കെ ഇപ്പം നേരെയായില്ലേ, അതുകൊണ്ട് എനിക്ക് എൻ്റെ ലൈഫ് തിരിച്ചു വേണം എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് പറയും ഓഹോ അപ്പോൾ ഇത്രയും കാലവും നീ എന്നെ ചതിക്കുമായിരുന്നല്ലേ, നിനക്ക് ഡിവോഴ്സ് വേണമെന്ന് ഇത്രയും നാളിൽ എൻ്റെ അടുത്ത് എന്താ ഇതുവരെയും പറയാഞ്ഞത്, നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല എന്ന് പറഞ്ഞിട്ട് ഹാങ് ആണെങ്കിൽ അവളുടെ കയ്യിലിരുന്നിട്ട് ഗണ്ണെടുത്തിട്ട് നമ്മുടെ യോനുവിനെ ഷൂട്ട് ചെയ്യും. ഇതൊക്കെ ആലോചിച്ചിട്ട് നമ്മുടെ യോനുവിൻ്റെ തല പെരുക്കും. അവൻ വിചാരിക്കും ഇങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ ഹാങ് എൻ്റെ അടുത്ത് ഇതും ചെയ്യും ഇതിനപ്പുറവും ചെയ്യും, അവൾ അതിനൊന്നും പഠിക്കത്തില്ല, എൻ്റെ ലൈഫ് എന്തായിരുന്നാലും നശിച്ചു പോയെന്നും പറഞ്ഞിട്ട് അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിട്ട് അവൻ്റെ കട്ടിലായിട്ടങ്ങ് കിടക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മുടെ ചെയർമാനെയാണ്. അയാളാണെങ്കിൽ അയാളുടെ ഗേൾഫ്രണ്ടിൻ്റെ കൂടെ ഇങ്ങനെ ടെന്നീസൊക്കെ കളിച്ചിട്ടേ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകുന്നതും അയാളുടെ മോളുണ്ടല്ലോ, അതായത് നമ്മുടെ ഹാങ്ങിൻ്റെ ആൻറ്റി, അവർ വന്നിട്ട് നമ്മുടെ ഈ ചെയർമാൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹത്തിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. അവരാണെങ്കിൽ പറയും അച്ഛാ എനിക്കാണെങ്കിൽ അച്ഛനെ കൊണ്ടൊരു കാര്യം നേടാനുണ്ട്, അച്ഛൻ എൻ്റെ കൂടെ ഒരു സ്ഥലം വരെ വരണോ എന്ന്. സത്യം പറഞ്ഞാൽ ഈ ചെയർമാനാണെങ്കിൽ വലിയ താല്പര്യമൊന്നുമില്ല, എങ്കിലും അയാൾ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ യോനു ഉണ്ടല്ലോ അവൻ്റെ വീട്ടിലായിട്ട് ഉറക്കൊഴിഞ്ഞിട്ട് വരുമ്പോൾ
എന്തോ അവിടെയായിട്ട് നമ്മുടെ ഹാങ്ങും അതേപോലെ തന്നെ യൂൻസങ്ങും കൂടി ഇരുന്ന് സംസാരിക്കുക. അവരാണെങ്കിൽ ബിസിനസ് പരമായിട്ടാണ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ യൂൻസങ്ങിനെ രാവിലെ തന്നെ അവൻ്റെ വീട്ടിൽ കാണുന്നത് നമ്മുടെ യൂനുവിന് അത്രയും കൊണ്ട് ഇഷ്ടപ്പെടത്തില്ല. അവൻ വന്നിട്ട് ചോദിക്കും, അല്ല രാവിലെ തന്നെ എൻ്റെ വീട്ടിൽ എന്തെടുക്കുക? ഉടനെ തന്നെ യൂൻസങ് പറയും, അത് ഞങ്ങൾ ബിസിനസ് കാര്യം സംസാരിക്കുമായിരുന്നു. ബിസിനസ്സിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ല സ്ഥലം നിങ്ങളുടെ വീട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരെ വീട്ടിലോട്ട് വന്നത്. ഉടനെ തന്നെ നമ്മുടെ യൂനുവിനാണെങ്കിൽ ഭയങ്കര ജലസ് അടിച്ചിട്ട് അവൻ പറയും, എന്തൊക്കെയായിരുന്നാലും നിങ്ങൾ ബിസിനസ് അല്ലേ സംസാരിക്കുന്നത്, ഞാൻ നിങ്ങളുടെ കൂടെ ഇരിക്കാം. എന്തായിരുന്നാലും നിങ്ങൾക്ക് ലീഗൽ ടീമിൻ്റെ ആവശ്യം വരുമല്ലോ. ഉടനെ തന്നെ യൂൻസങ് പറയും, ലീഗൽ ടീമിൻ്റെ ആവശ്യം ഞങ്ങൾക്ക് ഇപ്പോഴേ ഇല്ല, ഞങ്ങൾ ആദ്യമേ ബിസിനസ്സിനെ പറ്റി ഒന്ന് ഡിസ്കസ് ചെയ്യട്ടെ, അത് കഴിഞ്ഞിട്ട് മതി ലീഗൽ ടീം എന്ന് പറയും. ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവരെ നോക്കി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനുവിനാണെങ്കിൽ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയിട്ട് അവനാണെങ്കിൽ എന്ത് പറയണമെന്ന് കൂടി അറിയത്തില്ല. അവനെന്നാൽ അവിടെ നിന്ന് മാറാണ്ട് അവിടെ തന്നെ ഇരിക്കും. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ യൂൻസങ്ങിൻ്റെ ചോദിക്കും, ഞാൻ നിനക്ക് കോഫി എടുത്തിട്ട് വരട്ടെ എന്ന്. ഉടനെ തന്നെ നമ്മളുടെ യൂനുവിന് ഭയങ്കരമായിട്ട് അങ്ങ് ജലസ് അടിക്കും. അവനാണെങ്കിൽ നമ്മളുടെ ഈ ഹാങ്ങിൻ്റെ അടുത്ത് ചോദിക്കും, അല്ല എന്നാലും നീ എന്താ എനിക്ക് കോഫി വേണമെന്ന് ചോദിക്കാതെ? ഉടനെ തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ ഇവൻ്റെ അടുത്തായിട്ട് വന്ന് സ്നേഹത്തോടെ സംസാരിക്കും. അതായത് നിനക്ക് ഉറക്കം എഴുന്നേറ്റ ഉടനെ കോഫി കുടിക്കുന്ന ഇഷ്ടമല്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ അടുത്ത് കോഫി ചോദിക്കാത്തേ എന്നും പറഞ്ഞിട്ട് അവൾ നേരെ കിച്ചണിലോട്ടങ്ങ് പോകും. സത്യം പറഞ്ഞാൽ ഇത് കേൾക്കുന്നേ നമ്മളുടെ യൂനുവിനങ്ങ് ഒരുമാതിരിയാവും. എന്നാലും അവൻ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അവ ഉടനെ തന്നെ നമ്മുടെ യൂൻസങ്ങിൻ്റെ അടുത്ത് പറയും, കണ്ടില്ലേ എൻ്റെ വൈഫിന് എന്നെ എന്ത് കാര്യമാണ് എന്ന്. അവൾ എന്നെ ഒരു കൊച്ചു കുഞ്ഞിനെ നോക്കുന്നത് പോലെയാണ് നോക്കുന്നത്. അവൾക്കാണെങ്കിൽ എന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഉടനെ തന്നെ യൂൻസങ് ആണെങ്കിൽ പറയും, എന്തൊക്കെയായിരുന്നാലും ഹാങ്ങിന് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഹെൽപ്പിന് വേണ്ടിയിട്ട് അവൾ എൻ്റെ അടുത്ത് ആദ്യമേ വരുന്നത്. എനിക്കല്ലേ അവളെ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനുവിനാണെങ്കിൽ എന്ത് പറയണമെന്ന് മനസ്സിലാവത്തില്ല. അവനാണെങ്കിൽ വേഗം തന്നെ എഴുന്നേറ്റ് അടുക്കളയിലോട്ട് പോകും. എന്നിട്ട് നമ്മുടെ ഹാങ്ങിനെ കണ്ടിട്ട് അവളുടെ അടുത്ത് ഓരോന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങും. അതായത് നമ്മുടെ യൂനു അവളുടെ അടുത്ത് ചോദിക്കും, അല്ല എനിക്കൊരു ഡൗട്ടുണ്ട്, നിൻ്റെ മുടിയിൽ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ നിനക്കത് ഇഷ്ടമല്ലല്ലോ. പണ്ടൊരിക്കൽ ഞാൻ നിൻ്റെ മുടിയാണെങ്കിൽ കെട്ടിവെക്കാൻ വേണ്ടി നോക്കി ചീത്തയാക്കിയെന്നും പറഞ്ഞിട്ട് നീ എന്നെ എന്തുമാത്രം കിടന്ന് വഴക്ക് പറഞ്ഞത്, എന്നിട്ട് എന്താ നീ ഇപ്പോൾ വേറെ ആരത്തും അങ്ങനെ കാണിക്കാതെ? ഉടനെ തന്നെ നമ്മുടെ ഹാങ് ചോദിക്കും, നീ ഇത് എന്തിനെ പറ്റിയാണ് പറയുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോൾ നമ്മുടെ യൂനു പറയും, അല്ല ഇന്നലെ ആ യൂൻസങ് ആണെങ്കിൽ നിൻ്റെ മുടി പിടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു, എന്നാൽ നീ ആണെങ്കിൽ അവനെ വഴക്ക് പറയാതെ ചിരിച്ചുകൊണ്ടാണ് നിന്നത്. നിനക്കാണെങ്കിൽ ഒരു കാര്യം ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അതാരായിരുന്നാലും അവരുടെ മുഖത്തൂക്കി പറയണം, അല്ലാണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുകയല്ല വേണ്ടത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഹാങ് ആണെങ്കിൽ പറയും, എനിക്ക് വേറെ പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്നങ്ങ് പോകാനായിട്ട് ഒരുങ്ങും. എത്രയൊക്കെ പറഞ്ഞാലും നമ്മുടെ ഹാങ്ങിന് ഇപ്പം മനസ്സിലായി. അതായത് യൂനുവിനാണെങ്കിൽ ഇപ്പോൾ നല്ലതുപോലെ ജലസ് അടിച്ചിട്ടുണ്ട്. അവൻ ഈ ജലസിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ എന്ന്. യൂനു ആണെങ്കിൽ ഇവൾ പോകുന്നതും ആലോചിക്കും, നോക്കിയാണ് ഞാൻ ഇവളുടെ അടുത്തൊരു കാര്യം സംസാരിച്ചുകൊണ്ടിരുന്നേ, എന്നിട്ട് അവൾ എനിക്കൊരു മര്യാദ പോലും തരാതെ ഇവിടെ നിന്നങ്ങ് പോയി. എങ്കിലും അവൾ എന്താ എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഈ യൂൻസങ്ങും അതേപോലെ തന്നെ ഹാങ്ങും കൂടി ചേർന്നിട്ട് ഒരു മീറ്റിംഗ് നടത്തുന്നതാണ്. ഇവർ രണ്ടുപേരും ഒരു ഹോളിലായിട്ടായിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മുടെ യൂനുവിനാണെങ്കിൽ മനസ്സമാധാനം എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലായിരുന്നു. അവനാണെങ്കിൽ അങ്ങനെ ഗ്രൗണ്ടിൻ്റെ അടുത്തായിട്ട് വന്നിട്ട് കറങ്ങി കറങ്ങി നിൽക്കും. അതായത് ഇവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നേ അവൻ വിചാരിക്കും, എത്രയൊക്കെ പറഞ്ഞാലും നിങ്ങളെ രണ്ടുപേരെ ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് വിടത്തില്ല എന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ യൂനു അവിടെ കറങ്ങി നിൽക്കുന്നത് അവിടെ നിൽക്കുന്ന ആ യൂൻസങ് ഉണ്ടല്ലോ അവനത് കാണും. അവനാണെങ്കിൽ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യുമെന്നറിയാവോ, കയ്യിലിരുന്ന് റിമോട്ട് എടുത്തിട്ട് അവിടുത്തെ ആ ബാൽക്കണിയുടെ ആ ഷട്ടർ അങ്ങ് അടച്ചു കളയും. പെട്ടെന്ന് തന്നെ നമ്മളുടെ യൂനു ആണെങ്കിൽ പറയും, എടാ എന്നാലും നീ എന്തിനാടാ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, ഞാൻ നിന്നെ വെറുതെ വെച്ചേക്കത്തില്ല എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഒളിഞ്ഞു നിന്നൊക്കെ നോക്കാനായിട്ട് തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് ഇവനാണെങ്കിൽ നമ്മളുടെ ഹാങ്ങിൻ്റെയും ഈ യൂൻസങ്ങിൻ്റെയും കൂടി മീറ്റിംഗ് നടക്കുന്ന റൂമിൻ്റെ പുറത്തായിട്ട് വന്ന് നിൽക്കുന്നതാണ്. അവനാണെങ്കിൽ ഡോറിൻ്റെ അവിടെ വന്നിട്ട് ഇവരെന്താ സംസാരിക്കുന്നത് കേൾക്കാൻ വേണ്ടിയിട്ട് ചെവിയും വെച്ചുകൊണ്ട് നിൽക്കും. എന്നാൽ നമ്മുടെ യൂനുവിനൊന്നും കേൾക്കാനൊന്നും പറ്റത്തില്ല. അവസാനം ഇവനാണെങ്കിൽ ഒരു പ്ലാൻ തന്നെ തയ്യാറാക്കും. അതായത് ഇവനിങ്ങനെ നടന്നു പോകാൻ നേരത്ത് നമ്മളുടെ ഹാങ് ഇവനെ വിളിച്ചതുപോലെ കേട്ടു, ഹണി എന്ന് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ അകത്തോട്ട് ചെന്ന് കയറാ എന്ന്. അങ്ങനെ അവൻ അതേപോലെ തന്നെ ചെയ്യും. പെട്ടെന്ന് തന്നെ ഡോർ തുറന്നിട്ട്, നീ എന്നെ വിളിച്ചായിരുന്നോ, എനിക്ക് നീ വിളിച്ചതുപോലെ തോന്നിയെന്ന് പറഞ്ഞ് സംസാരിക്കാൻ ഇറങ്ങും. ഉടനെ തന്നെ നമ്മുടെ ഹാങ് പറയും, ഇല്ലല്ലോ ഞാൻ നിന്നെ വിളിച്ചില്ല, നീ നിൻ്റെ ജോലി പോയി നോക്കിക്കോ, ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെയുള്ള പണികളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെ അവൾ പറയും. ഉടനെ തന്നെ നമ്മുടെ യൂനു ആണെങ്കിൽ ഇവരെ ഒറ്റയ്ക്ക് വിടാൻ റെഡി ആവത്തില്ല. അവനാണെങ്കിൽ അവിടെ ഹാങ്ങിൻ്റെ അടുത്ത് പറയും, കുഴപ്പമില്ല, ഞാനിപ്പോൾ നല്ല ഫ്രീ ആണ്, ഞാനിവിടെ നിന്നോളാം, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോ എന്ന്. ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന പെട്ടെന്ന് തന്നെ അവിടെയായിട്ട് നമ്മുടെ ചിയോള് വരും. ഇവനാണെങ്കിൽ വന്നേക്കുന്ന തന്നെ നമ്മുടെ ഈ യൂൻസങ്ങിനെ ഒന്ന് ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യൂൻസങ് ആണെങ്കിൽ നമ്മുടെ ഈ ചിയോളിൻ്റെ കമ്പനിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇൻവെസ്റ്റ് ചെയ്യുമോ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചിയോളിനെ അവൻ്റെ ആ ചെയർമാനായിട്ടുള്ള അച്ചാച്ചനില്ലേ അങ്ങേരുടെ
മുമ്പിൽ ഭയങ്കര വിലയായിരിക്കുമല്ലോ, അതിൻ്റെ പേരിലാണ് ഇവനാണെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാനായിട്ട് ഒരുങ്ങുന്നത്. പെട്ടെന്ന് തന്നെ നമ്മളുടെ ഹാങ് ആണെങ്കിൽ അവിടെ പറയും, എന്നെ ഡിസ്റ്റർബ് ചെയ്യാതെ വേഗം തന്നെ ഇവിടെ നിന്ന് നീ പോ, എനിക്കാണെങ്കിൽ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിൽ കയറി സംസാരിക്കുന്ന ഇഷ്ടമല്ല എന്ന്. എന്നാൽ നമ്മുടെ ചിയോളാണെങ്കിൽ അവിടെ നിന്ന് അനങ്ങത്തില്ല. അവൻ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മളുടെ യോനുവിനെ ആ റൂമിൽ നിന്ന് പുറത്താക്കി കഥകങ്ങ് അടയ്ക്കും. പിന്നീട് കാണിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യോനു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് വന്നിരുന്ന് സംസാരിക്കുന്ന. അവനാണെങ്കിൽ ഇപ്പം നല്ല സങ്കടം ഉണ്ടായിരുന്നു. അവൻ്റെ സങ്കടം എല്ലാം അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തിരുന്ന് പറയും. ഈ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുന്നു. ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.